Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് റീഡിംഗ് എക്സലൻസ് റെക്കോർഡിൻ്റെ 9th പാർട്ടാണ്. ഇതുവരെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ 8 പാർട്ടുകളിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം ദ സാങ് ഓഫ് എ ഡ്രീം. സാങ് ഓഫ് എ ഡ്രീം എന്നുള്ള പോയതിലുള്ള ചില വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് വായിച്ചു നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Once in the dream of a night I stood lone in the light of a magical wood, soared deep in the vision of purple like sprang, and spirits of the truth were the birds that sang, and spirits of love were the stars that glowed, and spirit of the peace were streams that flowed in that magical wind in the land of sleep. Then നോക്കൂ, ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. Now choose the correct answer. ഫസ്റ്റ് വൺ, വെൻ ഡിഡ് ദ പോയറ്റ് ഹാവ് ദ ഡ്രീം? എപ്പോഴാണ് അപ്പോൾ ഡ്രീം കാണുന്നതിനെ കുറിച്ച് പറയുന്നത്? എപ്പോഴാണ്? റീഡ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദിസ് പോയം. പോയത്തിൻ്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് വായിച്ച് നോക്കൂ. യെസ്, ഏതാണ്? അറ്റ് നൈറ്റ്. ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്? ഇൻ ദ മോർണിംഗ്, അതായത് രാവിലെ. ഇൻ ദ ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക്. ഇൻ ദ ഈവനിങ്, വൈകുന്നേരങ്ങളിൽ. അറ്റ് നൈറ്റ്, രാത്രിയിൽ. എപ്പോഴാണ്? യെസ്, അറ്റ് നൈറ്റ്. ആൻസർ എന്താണ്? അറ്റ് നൈറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ മാജിക്കൽ വുഡ് സ്റ്റാൻഡ് ഫോർ? ഇവിടെ മാജിക്കൽ വുഡ് എന്തുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ പീസ് ഓഫ് വുഡ്, ദെൻ മാജിക്കൽ സ്റ്റിക്ക്, ദെൻ സി പെർഫെക്റ്റ് ലാൻഡ് ഓഫ് ഐഡിയൽ വാല്യൂസ്, ദെൻ ഡി നൺ ഓഫ് ദ എബവ്. എന്താണ് ആൻസർ? യെസ്, പെർഫെക്റ്റ് ലാൻഡ് ഓഫ് ഐഡിയൽ വാല്യൂസ്. തേർഡ്, വാട്ട് ഈസ് ദ സ്പിരിറ്റ് ഓഫ് പീസ് കമ്പയർഡ് ടു? വാട്ട് ഈസ് ദ സ്പിരിറ്റ് ഓഫ് പീസ് കമ്പയർഡ് ടു? സ്പിരിറ്റ് ഓഫ് പീസ് എന്തിനാണ് കമ്പയർ ചെയ്യുന്നത്? എന്തുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്? കൂട്ടുകാരെ പോയെന്ന് വായിച്ചു നോക്കൂ. എന്തിനെയാണ്? നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ബേർഡ് ദാറ്റ് സോങ്, ദെൻ സ്റ്റാർസ് ദാറ്റ് ക്ലൗഡ്, ദെൻ സി സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ്, ദെൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ്? യെസ്, സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ്. ആൻസർ എന്താണ്? സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ സ്പിരിറ്റ് ഓഫ് ലവ് ഈസ് കമ്പയർഡ് ടു? സ്പിരിറ്റ് ഓഫ് ലവ് എന്തിനായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഓപ്ഷൻ എ, ബേർഡ്സ് ദാറ്റ് സാങ്, ദെൻ ഓപ്ഷൻ ബി, സ്റ്റാർസ് ദാറ്റ് ഗ്ലോഡ്, ഓപ്ഷൻ സി, സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ്, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ആൻസർ എന്താണ്? യെസ്, ഓപ്ഷൻ ബി, സ്റ്റാർസ് ദാറ്റ് ഗ്ലോഡ്. ദെൻ soul deep in visions that happy like sprang. Which poetic device is employed in this line? എന്താണത്? സോൾ ഡീപ്പ് ഇൻ വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്. ഇത് എന്തിനെയാണ്? പോയറ്റിക് ഡിവൈസ് ആണ് ഇവിടെ കാണിക്കുന്നത്. സിമിലിയാണോ, മെറ്റഫോർ, ഓർ പെർസണിഫിക്കേഷൻ, ഓർ ഹൈപ്പർബോൾ? ഏതാണിതിൽ? യെസ്, ഇതൊരു സിമിലിയാണ്, ഉപമയാണ്. എന്താണ്? സോൾ ഡീപ്സ് ഇൻ വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്. ഇതെന്താണ്? ഒരു സിമിലിയാണ്. വർക്ക്ഷീറ്റ് 14, മാച്ച് കോളം എ വിത്ത് കോളം ബി. കോളം എ കോളം ബിയുമായി മാച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കോളം എ മീനിങ്, കോളം ബി ലൈൻസ് ഫ്രം ദ പോയം. നോക്കൂ, ദ സ്പീക്കർ വാസ് അലോൺ ഇൻ ദ മാജിക്കൽ വുഡ്. ആ പോയത്തിലെ വരികളാണ് ഈ അർത്ഥം വരുന്ന വരികൾ. ഏതാണിതിൽ? ദ സ്പീക്കർ വാസ് അലോൺ ഇൻ എ മാജിക്കൽ വുഡ്. ഏതാണ്? ഐ സ്റ്റുഡ് ലോൺ ഇൻ ദ ലൈറ്റ് ഓഫ് എ മാജിക്കൽ വുഡ്. അല്ലേ? ദ നെക്സ്റ്റ് നോക്കൂ, ദ പോയറ്റ് ഹാഡ് സോൾഫുൾ വിഷൻ ദാറ്റ് സ്പ്രാങ് ബിഫോർ ഹെർ ലൈക്ക് പോപ്പീസ്. ഏതാണ്? ദ ലാസ്റ്റ് വൺ അല്ലേ? ദ സോൾ ഡീപ്പ് ഇൻ വിഷൻ ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്. ദ നെക്സ്റ്റ് നോക്കൂ, ദ പ്രസൻസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ദ ട്രൂത്ത് മെയ്ഡ് ദ മാജിക്കൽ വുഡ് ഐഡിയൽ. എന്താണ്? ദ പ്രസൻസ് ഓഫ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് മെയ്ഡ് ദ മാജിക്കൽ വുഡ് ഐഡിയൽ. മാച്ച് ചെയ്യുന്നത് ഏതാണ്? യെസ്, ആൻഡ് ഐ ഹേർഡ് ദ സോങ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. Then the magical wood glittered with the spirit of love. Magical wood glittered with the spirit of love. ഏതാണ്? I felt the stars of the spirit of love gather and gleam round my delicate youth. Okay. Her longing for serenity was quenched by the spirit of peace. അതിനേതാണ് വരുന്നത്? To quench by longing I bend me low by the streams of the periods of peace of that flow. ഇതിനല്ലേ അതിന് മാച്ചായത്? ഇതൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് ആക്ടിവിറ്റി വർക്ക്ഷീറ്റ് 15, ആക്ടിവിറ്റി 1. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം സോങ് ഓഫ് എ ഡ്രീം. സോങ് ഓഫ് എ ഡ്രീം എന്ന പോയത്തിലുള്ള ലൈൻസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് വായിച്ച് നോക്കുക. വൺസ് ഇൻ ദ ഡ്രീംസ് ഓഫ് എ നൈറ്റ് ഐ സ്റ്റുഡ് ലോൺ ഇൻ ദ ലൈറ്റ് ഓഫ് എ മാജിക്കൽ വുഡ്, soul deep in visions that puppy like sprang, and spirits of truth were the birds that sang, and spirits of love were the stars that glowed, and the spirit of peace were the streams that flowed in the magical wood in the land of sleep. ഇത് സരോജിനി നായിഡുടെ പോയമാണ്.
അവർ ഇന്ത്യയെക്കുറിച്ച് പറയുന്നതാണ്. ഇന്ത്യയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നൊരു പോയമാണിത്. നോക്കൂ. വൺസ് ഇൻ ദ ഡ്രീം ഓഫ് എ നൈറ്റ് ഐ സ്റ്റൂഡ് ലോൺ ഇൻ ദ സൈറ്റ് ഓഫ് എ മാജിക്കൽ വുഡ്. ഒരിക്കലും അവർ ഒരു സ്വപ്നം കാണുകയാണ്. അവരെവിടെ നിൽക്കുന്നത്? അവരൊറ്റയ്ക്ക് ഒരു മാജിക്കൽ വുഡിൽ നിൽക്കുന്നത്. മാജിക്കൽ വുഡ് ഒരു മാന്ത്രിക വനത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് അവർ സ്വപ്നം കാണുകയാണ്. സോൾ എ ഡീപ്പ് ഇൻ ദി വിഷൻസ് ദാറ്റ് പപ്പി ലൈക്ക് സ്പ്രാങ്. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? പപ്പി ലൈക്ക് എ സ്പ്രാങ്. പപ്പി എന്ന് പറയുന്ന ഒരു ചെടിയെപ്പോലെ, ഒരു പൂവിനെ പോലെ അവർ കുറേ വിഷൻസ്, അവർ കുറേ കാഴ്ചകൾ കാണുകയാണ്. എന്ത് കാഴ്ചകളാണ്? ഒരു സോൾ മീൻസ് ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ദേവതയെ ഒരു സ്വപ്നം കാണുകയാണ്. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് വേർ ദ ബേർഡ്സ് ദാറ്റ് സാങ്. സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് വേഴ്സ് ദാറ്റ് ബേർഡ്സ് ദാറ്റ് സാങ്. കമ്പയർ ചെയ്യാണ്. ആ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ദേവത എങ്ങനെയാകുന്നു? ബേർഡ്സ് ദാറ്റ് സാങ്, പക്ഷികൾ പാടുന്ന പോലെയാണ്. ആൻഡ് ദറ്റ് സ്പിരിറ്റ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ദേവത വേർ ദ സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ്. എങ്ങനെയാണ്? സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ്, അരുവികൾ ഒഴുകുന്ന പോലെയാണ്. ഇൻ ദാറ്റ് മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്. ആ മാജിക്കൽ വുഡിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഈ മാജിക്കൽ വുഡ് എന്ന് കവി ഉദ്ദേശിച്ചിട്ടുള്ള ആരെയാണ്? എന്തിനെയാണ്? ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യയാണ് ഇവിടെ മാജിക്കൽ വുഡ്, ലാൻഡ് ഓഫ് സ്ലീപ്പ് ഒക്കെ എന്ന് പറയുന്നത്. ഇന്ത്യയെക്കുറിച്ചിട്ട് സരോജിനി നായിഡു എഴുതിയൊരു കവിതയാണിത്. ഇത് നോക്കൂ. Lord, in the light of that magical grove, I felt the stars in the spirits of love, gathered and gleamed round my delicate youth. അവരുടെ ചുറ്റും ഇങ്ങനെ ആ സ്റ്റാർസൊക്കെ ചുറ്റിത്തിരിയുന്നതായത് കറങ്ങുന്നതായിട്ടൊക്കെ അവർ പറയുകയാണ്. അവരുടെ ഒരു സ്വപ്നമാണിത്. ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നത്തെക്കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. ആൻഡ് ഐ ഹേർഡ് ദ സോങ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് അതായത് സത്യത്തിൻ്റെ ദേവതയുടെ പാട്ട് അവർ കേട്ടു എന്നാണ് പറയുന്നത്. ക്വഞ്ച് മൈ ലോങ്ങിങ് ഐ എം ബെൻ ടു മീ ഹൗ ബൈ ദ സ്ട്രീംസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് പീസ് ദാറ്റ് ഫ്ലോ ഇൻ ദ മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്. ഓക്കെ, ചെറിയൊരു പോയമാണ്. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നൗ പിക്ക് ഔട്ട് ദ ഇമേജസ് വിച്ച് അപ്പീൽസ് ടു അവർ സെൻസ് ഓഫ് സൈറ്റ് ആൻഡ് സെൻസ് ഓഫ് ഹിയറിംഗ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. പറഞ്ഞിട്ടുള്ളത് ഈ പോയത്തിൽ നിന്ന് എന്തൊക്കെയാണ്? സെൻസ് ഓഫ് സൈറ്റ്, കാഴ്ച കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നവയെന്നും സെൻസ് ഓഫ് ഹിയറിംഗ്, കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും രണ്ടായി തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ. സെൻസ് ഓഫ് സൈറ്റ് കൊണ്ട്, അതായത് കാഴ്ച കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? രാത്രി, നൈറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലായില്ലേ നൈറ്റാണെന്ന്. ദെൻ നെക്സ്റ്റ് എന്തെഴുതാം? ഈ പോയത്തിൽ നിന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോയത്തിൽ നിന്ന് നമുക്ക് പിക്ക് ഔട്ട് ചെയ്ത് എഴുതാം. ഒക്കെയാണ് സെൻസ് ഓഫ് സൈറ്റിൽ ഇനി വരുക. നമുക്ക് മാജിക്കൽ വുഡ് എഴുതാം, മാന്ത്രിക വനം, അതുപോലെ തന്നെ ബേർഡ്സ് ആൻഡ് സ്റ്റാർസ്, ട്രെയിൻ, ഇവയൊക്കെ നമുക്ക് സെൻസ് ഓഫ് സൈറ്റിൽ ഉൾപ്പെടുത്താം. ദെൻ സെൻസ് ഓഫ് ഹിയറിങ്ങളിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? ബേർഡ്സ് ദാറ്റ് സാങ്, ബേർഡ്സിൻ്റെ പാട്ട് നമുക്ക് ഹിയറിങ്, കേട്ടിട്ടല്ലേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ, കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ കേൾക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ സ്ട്രീംസ് ദാറ്റ് ഫ്ലോസ്, അരുവികൾ ഒഴുകുന്നത് എങ്ങനെയാണ് നമുക്ക് സൗണ്ട് കേട്ട് മനസ്സിലാക്കാമല്ലോ. ദെൻ സോങ് ഓഫ് ദി സ്പിരിറ്റ് ഓഫ് ദ ട്രൂത്ത്. ഓക്കെ, നോക്കൂ എന്താണ് കൊടുത്തിട്ടുള്ളത്? ദ ഇമേജസ് ദാറ്റ് അപ്പീൽസ് ടു അവർ സെൻസ് ഓഫ് സൈറ്റ്സ് ആർ. ദ ഇമേജസ് അപ്പീൽ ടു അവർ സെൻസ് ഓഫ് സൈറ്റ്സ് ആർ. അവിടെ എന്താണ് എഴുതേണ്ടത്? സെൻസ് ഓഫ് സൈറ്റ്സ് ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. നമ്മളിപ്പോൾ എഴുതിയില്ലേ അത് ഇവിടേക്ക് എടുത്ത് എഴുതിയാൽ മതി. എങ്ങനെ എഴുതാം? സെൻസ് ഓഫ് സൈറ്റ്സ് ആർ നൈറ്റ്, മാജിക്കൽ വുഡ്, ബേർഡ്സ്, സ്റ്റാർസ് ആൻഡ് സ്ട്രീംസ്. ഓക്കെ, ദ ഇമേജസ് ദാറ്റ് അപ്പീൽസ് ടു അവർ സെൻസ് ഓഫ് സൈറ്റ് ആർ magical wood, birds, stars and streams. Then നോക്കൂ. The images that appeals to our sense of hearing are. Sense of hearing ഏതൊക്കെയാണ് നമ്മൾ എഴുതിയിട്ടില്ലേ? അത് നമുക്ക് ഇവിടേക്ക് എടുത്തെഴുതാം. Birds that sang, then streams that flows and song of the spirit of the truth. Next activity, worksheet 16 and activity 1. Look at these lines. ഈ lines നോക്കൂ. Once in the dream of a night I stood alone in the light of a magical wood. The underlined words are called dash. Complete the table suitably. എന്തൊക്കെയാണ്? വൺസ് ഇൻ ദ ഡ്രീം ഓഫ് എ നൈറ്റ് ഐ സ്റ്റുഡ്. ഇവിടെ സ്റ്റുഡ് എന്നാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്, നമുക്ക് നൽകിയിട്ടില്ല. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യണം? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. സ്റ്റുഡിനും അതുപോലെ തന്നെ വുഡിനും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ദ അണ്ടർലൈൻ വേർഡ്സ് ആർ കോൾഡ്. എന്താണ്? യെസ്, റൈമിങ് വേർഡ്സ് ആണല്ലേ, കൂട്ടുകാർക്കറിയാം അത് റൈമിങ് വേർഡ്സ് ആണ്. സോ നമുക്ക് എന്തെഴുതാം ഇവിടെ? റൈമിങ് വേർഡ്സ്. കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബിളി. ഇനി നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? റൈമിങ് വേർഡ്സ്. ഈ പോയത്തിൽ നിന്നുള്ള റൈമിങ് വേർഡ്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് വരിക കൂട്ടുകാരി? നമുക്ക് എഴുതി നോക്കിയാലോ. പോയം നോക്കൂ. ഫസ്റ്റ് 2 ലൈൻസിലാണ് വുഡും സ്റ്റുഡും വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ലൈൻസ് നോക്കൂ. ഏതാണ് റൈമിങ് വേർഡ്സ്? സ്പ്രാങ്ങും സാങ്ങും. ദെൻ ഗ്ലോഡ്, ഫ്ലോഡ്.
അല്ലേ? നെക്സ്റ്റ് സ്റ്റാൻസയിൽ നോക്കൂ. ഗ്രോ ലവ്, ദെൻ യൂത്ത് ട്രൂത്ത്, ലോ ഫ്ലോ. ഇതാണ് റൈമിംഗ് വേർഡ്സ്. കിട്ടിയില്ലേ? എന്നിട്ട് നോക്കൂ, അടുത്ത എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ സ്കൈ റൈം സ്കീം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റൈം സ്കീം എഴുതാനാണ്. എങ്ങനെയാണ് റൈം സ്കീം കണ്ടെത്തുക നോക്കാം. വൺസ് ഇൻ ദ ഡ്രീം ഓഫ് ദ നൈറ്റ് ഐ സ്റ്റുഡ്. അതെങ്ങനെയാണ്? സ്റ്റുഡ് എന്തായി? എ ആയി. ദെൻ നെക്സ്റ്റ് വുഡാണ് വരുന്നത്. അതും സെയിം തന്നെയല്ലേ? റൈം വേർഡ്സ് ആണ്. അപ്പോൾ എ. ദെൻ സ്പ്രാങ്ങും സാങ്ങും നമുക്ക് എന്ത് എഴുതാം? ബി ബി. എങ്ങനെ എഴുതാം? എ എ ബി ബി. ദെൻ ഗ്ലോഡും ഫ്ലോഡും സി എന്ന് കൊടുക്കാം. സി സി. എ എ ബി ബി സി സി. ദെൻ സ്ലീപ്പോ ഇതിലൊന്നിനും ബന്ധമില്ലാത്തതാണ്. അപ്പോൾ എന്ത് കൊടുക്കാം? ഡി എന്ന ലെറ്റർ കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ റൈം സ്കീം കിട്ടിയില്ലേ? എ എ ബി ബി സി സി ഡി. ദെൻ നെക്സ്റ്റ് സ്റ്റാൻസ നോക്കൂ. അതിലേതൊക്കെയാണ് വേർഡ്സ് നോക്കൂ. ലാസ്റ്റ് വേർഡ്സ് നോക്കൂ. ഗ്രോ ലോ, അതിൽ ഒരുപോലെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എ എന്ന് നൽകാം. ദെൻ യൂത്ത് ട്രൂത്ത്, ബി ബി. ദെൻ ലോ ഫ്ലോ, അവിടെ എന്താണ്? സി സി. ദെൻ സ്ലീപ്പ് ഒരു ബന്ധവുമില്ല, അപ്പോൾ ഡി. ഇവിടെയും ഏത് തന്നെയാണ്? എ എ ബി ബി സി സി ഡി. രണ്ട് സ്റ്റെൻസിലും എന്താണ്? റൈം സ്കീം ഒന്ന് തന്നെ. ദ നെക്സ്റ്റ് നോക്കൂ. ആക്ടിവിറ്റി 2. ദ ലോൺ ഇൻ ദ ലൈറ്റ് ഓഫ് എ മാജിക്കൽ വേർഡ്. ദ വേർഡ്സ് ലോൺ ആൻഡ് ലൈറ്റ് ബിഗിൻ വിത്ത് ദ സെയിം കോൺസണന്റ് സൗണ്ട്സ്. ലോൺ എന്ന ലൈറ്റ് എന്ന വേർഡ്സ് എവിടെ നിന്ന് ബിഗിൻ ചെയ്യുന്നത്? കോൺസണൻറ്റ്, സെയിം കോൺസണൻറ്റ് സൗണ്ടിൽ. അതാണ് ഏതാണ്? എൽ എന്ന കോൺസണൻറ്റ് ലെറ്റർ എന്നാണ്. അതായത് ആ സൗണ്ടിന് കോൺസണൻറ്റ് സൗണ്ട്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം എ ഇ ഐ ഒ യു ആണ് വവ്വൽ സൗണ്ട്സ്. ആ ലെറ്ററിൽ തുടങ്ങുന്ന സൗണ്ടിൽ തുടങ്ങുന്നതാണ് വവ്വൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ കോൺസണൻറ്റ് ലെറ്റേഴ്സ് ഐ എൽ അങ്ങനെയുള്ളതിൽ നിന്ന് തുടങ്ങുന്നതാണ് കോൺസണൻറ്റ് സൗണ്ട്. ഇവിടെ കോൺസണൻറ്റ് സൗണ്ടിലല്ലേ തുടങ്ങിയിട്ടുള്ളത്? എൽ എന്ന ലെറ്ററിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. സോ എന്താണ്? ലോ, ലൈറ്റ്, ഇതൊക്കെ കോൺസണൻറ്റ് സൗണ്ടാണ്. അതായത് ഈ രണ്ട് വേർഡ്സും സെയിം കോൺസണൻറ്റ് സൗണ്ടിൽ നിന്നാണ് ബിഗിൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ ഇത് എന്തിൻ്റെ എക്സാമ്പിളാണ്? യെസ്, അലിറ്ററേഷൻ. അലിറ്ററേഷൻ്റെ ഒരു എക്സാമ്പിളാണിത്. നമുക്കിവിടെ അലിറ്ററേഷൻ എന്ന് എഴുതാം. Then next activity 3. Some poets devices are in the box given below. Fill up the table using the clues provided. നമുക്ക് കുറച്ച് പോയറ്റിക് ഡിവൈസസ് ആണ് ഇവിടെ ബോക്സിൽ നൽകിയിട്ടുള്ളത്. ഫിൽ അപ്പ് ദ ടേബിൾ യൂസിങ് ദ ക്ലോസ് പ്രൊവൈഡഡ്. തന്നിട്ടുള്ള ക്ലോസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഈ ടേബിൾ ഫിൽ ചെയ്യുക. ചെറിയൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് സിമിലി, മെറ്റഫർ, പേഴ്സണിഫിക്കേഷൻ ആൻഡ് ലിറ്ററേഷൻ. ഇനി നമുക്ക് പോയറ്റിക് ഡിവൈസസ് ഒന്ന് നൽകിയിട്ടുണ്ട്, സിമിലി എന്ന് നൽകിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ സെക്കൻഡ് കോളത്തിലാണ് വൈ ദേ സ്റ്റാൻഡ് ഫോർ. അത് എന്തിനെയാണ് കാണിക്കുന്നത്? എ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ഹു അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്. ലൈക്ക് ഓർ ആസ് എന്ന് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ, അതായത് ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് അൺലൈക്ക് തിങ്സ് യൂസിങ്. ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. ലൈക്ക് എന്നോ ആസ് എന്നോ വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമിലി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? എക്സാമ്പിൾസ് ഫ്രം ദ പോയം. ഈ പോയത്തിലുള്ള എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ ഏതാണ്? ആകെ ഒന്നേ നമുക്ക് നൽകിയിട്ടുള്ളൂ. ഏതാണ് കൂട്ടുകാരെ? പോപ്പി, ലൈക്ക്, സ്പ്രാങ്. നോക്കൂ, ഇവിടെ ലൈക്ക് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടില്ലേ? ഇവിടെ ലൈക്ക് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടാണ് കമ്പാരിസൺ ചെയ്തിരിക്കുന്നത്. ഇത് അതുകൊണ്ട് ഒരു സിമിലിക്ക് ഒരു ഉദാഹരണമാണ്. പോപ്പി, ലൈക്ക്, സ്പ്രാങ്. പോപ്പി, ലൈക്ക്, സ്പ്രാങ്. ദെൻ പോയറ്റിക് ഡിവൈസസ് അതിൽ നമുക്കൊന്നും നൽകിയിട്ടില്ല. ദെൻ വാട്ട് ദേ സ്റ്റാൻഡ് ഫോർ എന്ന കോളത്തിൽ നൽകിയിട്ടുണ്ട്. എന്താണ്? എ ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ അൺലൈക്ക് തിങ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഇസ് ദ അതർ ഡസ് ദ ആക്ഷൻ ഓഫ് ദ അതർ. ഇവിടെ എന്താണ്? ഡയറക്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. ബിറ്റ്വീൻ അൺലൈക്ക് തിങ്സ് ദാറ്റ് വൺ ഈസ് ദ അതർ ആൻഡ് ദ ആക്ഷൻ ഓഫ് ദ അതർ. ഇവിടെ എന്താ വരിക? യെസ്, മെറ്റഫർ ആണിത്. ഇത് എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? മെറ്റഫറിനെയാണ്. ഇതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ് ഓഫ് ലവ്, സ്പിരിറ്റ് ഓഫ് പീസ്. ഇവയൊക്കെയാണ് ഇതിനുള്ള ഉദാഹരണങ്ങൾ. ഇതിനടുത്ത് നോക്കൂ. റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് അഡ്ജസൻറ്റ് വേർഡ്സ് ഇൻ എ ലൈറ്റ്. കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞതല്ലേ? എന്തായിരുന്നു? കോൺസണന്റ് സൗണ്ട്സ് സെയിം ആയി വരുന്നത് എന്തായിരുന്നു? ബിഗിനിങ്ങിൽ സെയിം ആയിട്ട് വരുന്നത് ഏതായിരുന്നു? യെസ്, അലിറ്ററേഷൻ ആയിരുന്നു അത്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? പോയറ്റിക് ഡിവൈസസിൽ അലിറ്ററേഷൻ എന്ന് എഴുതാം. ദെൻ വാട്ട് ദി സ്റ്റാൻഡ് ഫോർ എന്ന കോളത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഗിവിങ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ടു ആൻ ഇൻഅനിമേറ്റ് ഒബ്ജക്റ്റ്. ഒരു ജീവനില്ലാത്ത വസ്തുവിന്, അതായത് ജീവനില്ലാത്ത സാധനത്തിന് എന്താണ്? നമ്മളുടെ മനുഷ്യൻ്റെ സവിശേഷതകളുമായിട്ട് പറയുന്നതാണ്. ഇതിനെ യോജിപ്പിച്ച് പറയുന്നതാണ്. എന്താണ് കൂട്ടുകാരെ അത്? പേഴ്സോണിഫിക്കേഷൻ. ഗിവിങ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ഇൻ ടു ആൻ ഇൻഅനിമേറ്റ് ഒബ്ജക്റ്റ് എന്താണ്? പേഴ്സോണിഫിക്കേഷനാണ്. അതിന് എക്സാമ്പിൾ എന്താണ്? ഫ്രം ദ പോയം. പോയത്തിൽ ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ഉള്ളത്? ലവ്, ട്രൂത്ത്, പീസ്. ഓക്കെ.
കൂട്ടുകാരെ, തുടർന്നുള്ള ആക്ടിവിറ്റീസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. തുടർന്നും വീഡിയോകൾ കാണുന്നതിനായി നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.